പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത ISL ഈ ഒരു സീസണിലെ ടെലികാസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം ISL 11ാം സീസൺ ആരംഭിക്കാനായിട്ട് ഇനി ഒരുപാട് ദിവസങ്ങളൊന്നും ബാക്കിയില്ല. വരുന്ന 13-ന് ISL 11ാം സീസൺ ആരംഭിക്കും. പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത്തവണ മലയാളം കമന്ററിയിൽ ഏത് ചാനലിലായിരിക്കും മത്സരങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. കഴിഞ്ഞ വർഷം സൂര്യ മൂവീസിലായിരുന്നു ISL മത്സരങ്ങളെല്ലാം ടെലികാസ്റ്റ് ചെയ്തിരുന്നത്. എന്നാൽ ഇത്തവണ വരുമ്പോൾ ഏഷ്യാനെറ്റ് പ്ലസിൽ മലയാളം കമന്ററിയിലൂടെ മത്സരങ്ങൾ കാണാൻ സാധിക്കും. മാത്രമല്ല സ്പോർട്സ് 18 ചാനലിൽ ഇംഗ്ലീഷ് ഹിന്ദി കമന്ററിയിലൂടെ മത്സരങ്ങൾ കാണാൻ സാധിക്കും. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ജസ്റ്റിനുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കുറച്ച് മത്സരങ്ങൾ കളിച്ച ഒരു താരമാണ് ജസ്റ്റിൻ. സീസണിന്റെ പകുതിയായപ്പോൾ പെപ്പർക്ക് പരിക്കേറ്റത് കൊണ്ട് തന്നെ പിന്നീട് ജസ്റ്റിൻ ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിരുന്നത്. ശരാശരി കുഴപ്പമില്ലാത്തൊരു പ്രകടനം താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ജസ്റ്റിൻ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടിട്ടുണ്ട് എന്നുള്ളത് ക്ലബ്ബ് തന്നെ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 6 മത്സരങ്ങൾ മാത്രം കളിച്ച താരത്തിന്റെ പേരിൽ ഒരു അസിസ്റ്റ് ഉണ്ട്. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള നോവയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ സീസണിലെ സെമി ഫൈനൽ മത്സരങ്ങളിൽ നോവയ്ക്ക് 2 യെല്ലോ കാർഡുകൾ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വരുന്ന സീസണിലെ ആദ്യ മത്സരം നോവയ്ക്ക് നഷ്ടമാകുമോ എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന്റെയൊക്കെ ഒരു സംശയമായിരുന്നു. നിലവിൽ മാർക്കസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് സെമിയിൽ 2 യെല്ലോ കാർഡുകൾ ലഭിക്കുകയാണെങ്കിൽ ആ ഒരു താരത്തിന് ഫൈനൽ മത്സരമായിരിക്കും നഷ്ടമാവുക. ആ ഒരു താരത്തിന് റെഡ് കാർഡ് ലഭിച്ചാൽ മാത്രമേ ഈ ഒരു പ്രശ്നം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വരുന്ന സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരത്തിൽ നോവ അവൈലബിൾ ആയിരിക്കുമെന്നാണ് മാർക്കസ് വ്യക്തമാക്കുന്നത്. നോവ സദാവി ആദ്യ മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കുമെന്നുള്ളത് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട്. മാത്രമല്ല അഡ്രിയൻ ലൂണയും ആദ്യ മത്സരത്തിൽ കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. താരം നിലവിൽ ടീമിലില്ലെങ്കിലും ലൂണ ഉടനെ തന്നെ ടീമിൽ തിരിച്ചെത്തുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.